സാർ നമ്മുടെ വണ്ടി സർവീസിന് കയറിയിട്ടുണ്ട്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററൊക്കെ കിടക്കണം കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ ബാറ്ററി സൈഡ് ഇപ്പോൾ ഫ്രണ്ട് സ്പോക്കറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ടോ. ചെറിയൊരു നോയ്സ് ഉണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ. ചെറിയൊരു സ്പോക്കറ്റിൻ്റെ അവിടെ നിന്ന് ചെറിയ സൗണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ വോൾട്ട്, അതായത് ബാറ്ററിയുടെ ലൈഫ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാറ്ററി ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് അടിച്ച് നോക്കുമ്പോൾ അത് ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. 2021 ബാറ്ററി കിടക്കണേ, ആംബിയറൊക്കെ കറക്റ്റാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ബ്രേക്ക് ലൈനർ, പുതിയ ലൈനർ കിടക്കണേ, ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചു. അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. അത് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് നമുക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ കാർബറേറ്ററിൻ്റെ ഇത് നമുക്കൊന്ന് ട്യൂണിങ്ങിലേക്ക് ആക്കാം. കാരണം എന്ന് വെച്ചാൽ ചെറിയ ഒരു വേരിയേഷൻ, അതായത് ഐഡിലിംഗ് വേരിയേഷനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാനും മാത്രമല്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് ചെയ്തതാണെന്ന് തോന്നുന്നു. തന്നെ അതിന് മാത്രമുള്ള കംപ്ലയിൻറ്റ് കാണുന്നില്ല കേട്ടോ. അത് നമുക്ക് ട്യൂണിങ് കിട്ടിക്കോളും. ഓക്കെ. പിന്നെ സെൽഫ് മോട്ടറിൻ്റെ കേസ്, നമ്മളതിൻ്റെ മോട്ടറിൻ്റെ ഈ കാർബണാണ് പോയേക്കണം. ഈ കാർബൺ സൈഡിൽ നിന്ന് കട്ടായി പോയേക്കാം, അത് തേഞ്ഞ് കട്ടായി പോയതുണ്ടോ, അത് ഉപയോഗിച്ച് തീർന്നതാണ് കേട്ടോ. അപ്പോൾ നിലവിൽ അതിൻ്റെ നമുക്ക് ചെറുതായിട്ടൊന്ന് കയറി ചെറിയൊരു സ്പാർക്കിങ് പോലെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു സൗണ്ട് വ്യത്യാസം ചിലപ്പോൾ അടിക്കേണ്ടത്, ചെറിയ എരമ്പൽ പോലെ കാണിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരല്പം ഇതുള്ളത് കൊണ്ട് മോട്ടർ വർക്ക് ചെയ്യും, നോ പ്രോബ്ലം. ചെറിയൊരു സൗണ്ട് വ്യത്യാസം വന്നെങ്കിലുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ പ്ലഗിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കേട്ടാം. അത്യാവശ്യം ഒരു കാർബണൊക്കെ ആയി, അതിൻ്റെ പോയിൻ്റൊക്കെ ഒരുവിധം ആയി തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം നമുക്കത് മാറ്റിക്കളയാം അടുത്ത സർവീസ് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ലൈനറിൻ്റെ കേസും അതേപോലെ തന്നെ മാക്സിമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ലെവൽ മാർക്ക്. അത് ഇതിനോട് ചേർന്ന് വരുമ്പോൾ നമ്മളത് മാറ്റിക്കളയണം. അപ്പോൾ ഞാൻ അത് ഉപയോഗിക്കുമ്പോൾ നിസ്സാരം കൂടി ഉള്ളൂ കേട്ടോ. അത് അടുത്ത സർവീസിൽ എന്തായാലും നമുക്ക് മാറ്റണം. അതിക്ക് മുമ്പ് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഓട്ടോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് സൗണ്ട് വേരിയേഷൻ എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മാറ്റിയാലും മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതല്ല കാര്യമായിട്ടുള്ള ഓട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സർവീസ് വരെ കിടന്നുള്ളത് കേട്ടോ. അതായത് ഇത്രയും ഇതുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റുകളില്ല. അപ്പോൾ വർക്ക് ഇച്ചിരി ലേറ്റായിട്ടാണ് തീർന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാനെന്ന് വെച്ചാൽ വണ്ടി എടുക്കാനായിട്ട് ഇച്ചിരി വൈകി. കാരണം എന്താ വെച്ചാൽ ഒരല്പം തിരക്കുണ്ടായിരുന്നു. തന്നെയല്ല നമുക്ക് മാതിരി കേസ് ഓടിച്ചിട്ട് ചെയ്യാനും പറ്റില്ല. സെൽഫ് മോട്ടറൊക്കെ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ സ്ക്രൂ ഒക്കെ കട്ടായി പോകുന്നതാണ്. ഇനി അത് നമ്മളത് ശരിക്കും ടാപ്പ് ചെയ്ത് പിടിപ്പിച്ചൊക്കെ വരുമ്പോൾ ഒരല്പം താമസം വരും. എന്തായാലും ഇന്നത്തേക്കാണ് എന്നുണ്ടെങ്കിൽ, ഇന്നത്തേക്ക് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ നമുക്കൊരു 8 മണി, ഒരു 8:30 ഉള്ളിലേക്കാണ് വണ്ടി കംപ്ലീറ്റ് ആവുള്ളൂ. വണ്ടി വേണമെന്ന് നിർബന്ധം പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് തരാം. അതല്ല നാളത്തേക്ക് മതിയെന്നുണ്ടെങ്കിൽ നാളെ ഒരു 10 മണിക്കുള്ളിൽ എടുക്കാവുന്ന രീതിയിൽ സെറ്റാക്കാം. എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോട്ടോ, നമുക്ക് ആ രീതിയിൽ സെറ്റാക്കി തരാം. ഓക്കെ. അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് കൂടി ഇട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്തോളൂ. ഓക്കെ.